അൻവർ ഇങ്ങനെ നിലമ്പൂരിന്റെ കാര്യത്തിൽ മലക്കം മറിയുകയാണ് രാജഗോപാൽ സാർ. ഒരു തവണ പറഞ്ഞു ഞാനേ ജയിക്കൂ, ഞാനാണ് നിലമ്പൂരിന് ഒത്ത എതിരാളി എന്നൊക്കെ. പിന്നെ പറഞ്ഞു പിന്നെ ഭൂരിപക്ഷങ്ങളുടെ കണക്കായി. പിന്നെ പറഞ്ഞു UDF ആയിരിക്കും ജയിക്കുക, UDF ജയിക്കാനാണ് സാധ്യത. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ PV അൻവർ കൈമലർത്തുകയുള്ളൂ. പിണറായി യുദ്ധം PV അൻവർ ആരംഭിച്ചതിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ആ യുദ്ധത്തിനൊരു കളമായി മാറിയത്. PV അൻവറിന്റെ നിലപാടുകളാണ് ചർച്ചയാവുന്നത്. അല്ലെങ്കിൽ നിലമ്പൂരിൽ ഇനി എന്ത് സംഭവിക്കും എന്നറിയാൻ നമ്മൾ നാളെ കൂടി കാത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ തിങ്കളാഴ്ച 23-ാം തീയതിയൊക്കെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അറിയാനും സാധിക്കും. ഇനി ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നത് PV അൻവർ എന്നുള്ളിടത്താണ് ഒരു ചോദ്യചിഹ്നം വരുന്നത്. ഇത് PV അൻവർ തുടങ്ങിയത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നൊരു വാക്കാണ് പിണറായിസം. പിണറായിസത്തിനെതിരെയാണ് ഞാൻ പോരാടുന്നതെന്ന്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക്, നിഷ്പക്ഷരായ ആളുകൾക്ക് തോന്നുന്നത് അതിൽ നിന്നൊക്കെ മാറി ഒരു അൻവറിസം ആ മണ്ഡലത്തിൽ നിലനിന്നോ എന്നൊക്കെ സംശയമുണ്ട്. അൻവർ PV അൻവറെ ഇപ്പം അവിടെ എല്ലാവരും ഓമനപ്പേരില് അൻവറിക്ക എന്നാണല്ലോ വിളിക്കുന്നത്. അൻവറിക്കായി മാറിയിട്ടുണ്ട് ആ മണ്ഡലത്തിന്റെ. ചില ആളുകൾക്ക്, നിഷ്പക്ഷമതികളായ ചില ആളുകൾക്ക് ആ പേര് വലിയ താല്പര്യവുമായി കാണുന്നുണ്ട്. ഒരു അൻവറിസം ആ മണ്ഡലത്തിൽ പൂർണ്ണമായി നിറഞ്ഞു നിന്നു എന്നാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിനെ അതിന്റെ A to Z അദ്ദേഹത്തിലേക്ക് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നത്. അദ്ദേഹമായിരുന്നു ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ അൻവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞു കളിച്ചു എന്നാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തോന്നുന്ന ഒരു അഭിപ്രായം. ഇത് പറയാൻ കാരണം അൻവർ ഒരു പോരാളിയാണ്. അൻവർ ശക്തനായ ഒരു പോരാളിയാണ്. പോരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്ററാണ്. പിന്നെ ഫൈറ്റർ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം പോരാടുകയാണ്. ആ മണ്ഡലത്തിൽ പോരാടുകയായിരുന്നു. ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം ഇത് തന്നെയായിരുന്നല്ലോ. പിന്നെ പിണറായിക്കെതിരെ സ്ഥാനാർത്ഥിയെ ഞാൻ തന്നെ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. UDF-ലേക്ക് കയറ്റിയില്ല. അദ്ദേഹം അവസാനം അനാഥനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വയമായിട്ടൊരു സ്ഥാനാർത്ഥിയുമായിട്ട് അങ്ങ് മാറി. അങ്ങനെയാണ് അവിടെ ചതുഷ്കോണ മത്സരം വരുന്നത്. പക്ഷെ ആ ചതുഷ്കോണ മത്സരത്തിലും ഓരോ ദിവസവും മാധ്യമ ശ്രദ്ധ മുഴുവൻ അൻവറിലേക്കായിരുന്നു. അൻവർ എന്തു പറയുന്നു, അൻവർ പറയുന്നതിനായിരുന്നു ഒരു പക്ഷെങ്കിൽ പ്രധാന രാഷ്ട്രീയ കക്ഷികളെക്കാട്ടിൽ ശ്രദ്ധയുണ്ടായിരുന്നത്. ചാനലുകളും മാധ്യമങ്ങളും അത് തന്നെയായിരുന്നു. അൻവർ എന്തു പറയുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നിപ്പോ അവസാനം വന്നിരിക്കുന്ന പ്രസ്താവന തന്നെ കിട്ടില്ലേ. ഏറ്റവും അവസാനം വരുമ്പോൾ അദ്ദേഹം അതിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പുതിയ പ്രസ്താവനയിൽ അദ്ദേഹം വന്നിരിക്കുന്നത് ഞാൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരു പക്ഷേ മറിച്ചെന്താണ് സംഭവിക്കുന്നതെങ്കിൽ 2 പിണറായിമാരെയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത്. ഒന്ന് തെളിഞ്ഞ പിണറായി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വ്യക്തമായിട്ട് സ്വരാജ് തന്നെയാണ്. മറ്റേത് മറഞ്ഞിരിക്കുന്ന പിണറായി, അത് സ്വാഭാവികമായിട്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷെങ്കിലും ജയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന പിണറായി ആയിരിക്കും ജയിക്കുന്നത്. ക്ലിയർ ആണ് ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നോക്കുക എത്ര മനോഹരമായിട്ടാണ് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക, ഈ ലാസ്റ്റ് മിനിറ്റിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പോരാളിയാണ്. അവസാന നിമിഷത്തിലും അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയങ്ങൾ തന്നെയാണ് ആളുകൾക്ക് കൗതുകകരമായ രാഷ്ട്രീയം തന്നെയാണ് ശ്രീ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും ഒരു 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആ മണ്ഡലത്തിൽ ജയിക്കും. കാരണം ഞാൻ ഈ മണ്ഡലത്തിൽ 9 വർഷമായിട്ട് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന MLA ആണ്. എനിക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്ന് വോട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. UDF-ന് എത്ര വോട്ട് കിട്ടും, LDF-ന് എത്ര വോട്ട് കിട്ടും, അദ്ദേഹത്തിന് എത്ര കിട്ടും എന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ചില രാഷ്ട്രീയ എതിരാളികൾ സംശയിച്ചു, ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഈ പറച്ചിലുകൾ എന്നൊക്കെ. പക്ഷെ അൻവറിന്റെ പറച്ചിലൊക്കെ വളരെ ആധികാരികമാണ്. ചില വിരോധികളൊക്കെ ചോദിച്ചു, നമ്മളെ യോദ്ധ സിനിമയിലെ തൈപ്പറമ്പില് അശോകൻ ചോദിക്കുന്നത് പോലെ, അശോകനും അപ്പുക്കുട്ടനും നമ്മളൊരു സംവാദം പോലെയായിരുന്നു. അങ്ങനെ ചില കളിയാക്കലുകളൊക്കെ അൻവറിന്റെ നേരെ വന്നിരുന്നു. നിനക്കെന്താടേ പിന്നെ തണുപ്പ് കൊണ്ട് കിടന്നിട്ട് നിന്റെ പിരിയിളകി പോയതാണോ എന്നൊക്കെ ചില രാഷ്ട്രീയ വിരോധികൾ അദ്ദേഹത്തോടൊക്കെ ചോദിക്കുന്നത് കേട്ടു. പക്ഷെ അതൊന്നുമല്ല, അൻവർ കണക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നത് കൊണ്ട് തീർച്ചയായിട്ടും
മുസ്ലിം ലീഗിന് ആ വോട്ട് കിട്ടത്തില്ല, മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഒരിക്കലും ഷൗക്കത്തിന് കിട്ടത്തില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ PDP ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വരാജ് മുരളീധരൻ നായർക്ക് ഒരിക്കലും PDP വോട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തെയും ദോഷമൊന്നും ഉണ്ടാകാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്കാണ് വോട്ട് കിട്ടുന്നെന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം അവിടെ നിരത്തിയത്. ശരിയായിരിക്കാം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു. പക്ഷെ അൻവറിന്റെ കണക്കുകളാണല്ലോ ഈ ആധികാരികമായിട്ട് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും പുറത്തുള്ളവർക്കും സംശയമാണ് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും LDFന്റെ UDFന്റെ ഒക്കെ കണക്കുകൾ വന്നു കഴിഞ്ഞു. LDF പറയുന്നത് 2000 വോട്ടേ ഉള്ളൂ. 2000-ൽ പര വോട്ടുകൾക്ക് ഞങ്ങൾ അവിടെ ജയിക്കുമെന്നാണ് അവര് ബൂത്ത് തലത്തിലുള്ള വിലയിരുത്തൽ വന്ന ശേഷം. UDF അങ്ങനല്ല. UDFന്റെ ഭൂരിപക്ഷം 10,000 കടന്നു പോകുമെന്നാണ്. 10,000 കടന്ന് ഭൂരിപക്ഷം വരും. ആ ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറയുന്നത്. UDFന്റെ പിന്നെ വിലയിരുത്തലുകൾ പറഞ്ഞാൽ അവരൊരു മൊത്തത്തിൽ ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. മറ്റേതങ്ങനല്ല. അവർ ബൂത്ത് വൈസ് കണക്കെടുത്തിട്ടാണ് LDFന്റെ വിലയിരുത്തൽ വരുന്നത്. പക്ഷെ അവിടെയും 2000 വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. ഈ അൻവർ പറഞ്ഞ സാധ്യതകൾക്ക് ഒരു സംശയം. അവസാനത്തെ ഈ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന പിണറായിക്ക് ഒരു സാധ്യത കാണുന്നത് ഈ 2000-ലാണ്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇപ്പോഴും അൻവർ തീർന്നിട്ടില്ല. അപ്പൊ അൻവർ ഇപ്പൊ അവസാന കളത്തിൽ വന്ന് നിൽക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കാം. ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കാലിടറാം, ചിലപ്പോ പുറമോട്ട് പോകാം, അല്ലെങ്കിൽ തോക്കാം എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഇത് ബോധ്യം നേരത്തെ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. അദ്ദേഹത്തിന് ശ്രദ്ധ അദ്ദേഹത്തെ തന്നെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ബോധപൂർവം ചെയ്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം മുന്നോട്ട് വരികയാണ്. പക്ഷെ നാളെ ചിലപ്പോൾ മാറാം. നാളെ അൻവർ പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരും. നാളെ അദ്ദേഹം കുറച്ചുകൂടെ തെളിച്ച് പറയുമായിരിക്കും. ഈ മറച്ചു വെച്ച പിണറായിയുടെ പേര് ചിലപ്പോൾ പറയുമായിരിക്കും. അല്ലെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെ ആകും എന്നുള്ളത് പറയുമായിരിക്കും. എന്തായാലും വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് 23-ാം തീയതി 8 മണിക്ക് മുമ്പ് എന്തായാലും അൻവർ ഒരു കാര്യം തീർത്ത് പറയും എന്നാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷെ അൻവറെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അൻവർ ഒരു ഫൈറ്ററാണ്, ഒരു പോരാളിയാണ്, ഒരു യോദ്ധാവാണ് അദ്ദേഹം. വീണ്ടും യോദ്ധാ സിനിമയെ തന്നെ ഉദ്ധരിക്കുകയാണ്. അൻവർക്ക, നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. അടുത്ത വർഷവും അങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പുക്കുട്ടൻ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. അടുത്ത വർഷവും നമുക്ക് മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതേപോലെ തന്നെയാണ് 2026-ൽ വീണ്ടും മത്സരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം അവസരമുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളെ കേരളം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 2 പുതിയ പദാവലികൾ സമ്മാനിച്ചതിന് കേരളം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും 23-ലെ റിസൾട്ട് ഈ വർഷത്തെ നമുക്ക് വിടാം. താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ഈ വർഷത്തെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അടുത്ത മത്സരത്തിനായിട്ട് നമ്മൾ കേരളീയർ കാത്തിരിക്കുകയാണ് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞാലും PV അൻവർ ചിലപ്പോൾ പറയുമായിരിക്കും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന്. അൻവറിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ അതേ വഴിയുള്ളൂ എന്നുള്ളതാണ്. CPM-ൽ നിന്ന് പുറപ്പെട്ടു, കോൺഗ്രസിൽ എടുത്തില്ല, സ്വതന്ത്രനായി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഒരു റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അൻവറിസം ഏകദേശം പൂർണ്ണമാകുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ തർക്കമില്ല എന്നതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.